പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെന്നും അതുപോലെ തന്നെ ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നും. പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതം സുഖകരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജ്ജമാണെന്ന് പറയുന്ന നിരവധി ആളുകൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. ദൃഷ്ടി പതിയുക എന്ന ഒരു പ്രയോഗം പോലും നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലുമുണ്ട്. ഇവിടെ ദൃഷ്ടി പതിയുന്നു എന്ന് പറയുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പറയുന്നത് ഈവിൾസ് ഐ എന്നൊക്കെ ആയിരിക്കും. പല രാജ്യങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിൽ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ പുതിയതായി ഒരു വീട് പണിയുകയാണെന്നെടുക്കാം. ആ വീട് കണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അസൂയോടുകൂടി അവർ ആ വീടിനെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീട് നശിച്ചു പോകുമെന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത്. അങ്ങനെ നശിച്ചു പോകാതിരിക്കാനായി വീടിൻ്റെ മുൻപിൽ പലതരത്തിലുള്ള കോലങ്ങൾ കെട്ടിത്തൂക്കാറുണ്ട്. ചിലപ്പോൾ ഭീകരനായിട്ടുള്ള ഒരു ആൾരൂപമായിരിക്കും അവിടെ കെട്ടിത്തൂക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നാരങ്ങയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒക്കെ കെട്ടിത്തൂക്കുന്നത് കണ്ടിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പല വസ്തുക്കളും കെട്ടിത്തൂക്കുന്നതായി നമുക്ക് കാണാൻ സാധ്യമാകും. ഇത് വീടുകളുടെ കാര്യത്തിൽ മാത്രമല്ല, കൊച്ചു കുട്ടികളുടെ കാര്യത്തിൽ പോലും നമ്മൾ നടപ്പിലാക്കാറുണ്ട്. നമുക്കൊരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ആളുകൾ അസൂയോടുകൂടി നോക്കി കാണുകയാണെങ്കിൽ, എത്ര സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ എത്ര സുന്ദരിയായിട്ടുള്ള ഒരു കുഞ്ഞാണെന്ന് ആളുകൾ പറയുകയാണെങ്കിൽ ആ പറച്ചിൽ കാരണം അല്ലെങ്കിൽ അവരുടെ അസൂയോടുകൂടിയ ആ ഒരു നോട്ടം കാരണം കുഞ്ഞിന് വലിയ രീതിയിലുള്ള അപകടങ്ങൾ പോലും സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുമുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടി കുഞ്ഞിൻ്റെ മുഖത്ത് ചില പാടുകൾ നമ്മൾ വെക്കാറുണ്ട്. കണ്ണെഴുതി പൊട്ടു തൊടുന്നതിനോട് ഒപ്പം തന്നെ നമ്മൾ കവിളത്ത് മറ്റൊരു പാടുകൂടി വെക്കാറുണ്ട്. ചിലർ 2 കവിളത്തും ഇത്തരത്തിൽ പാടുകൾ വെക്കാറുണ്ട്. ചിലർ മുഖത്ത് പല ഭാഗങ്ങളിലായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ചില പാടുകൾ വരുത്താറുമുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് അസൂയാലുക്കളായിട്ടുള്ള ആളുകളുടെ കണ്ണിൽ നിന്നും കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ കണ്ണിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജി, ആ നെഗറ്റീവ് എനർജിക്കെതിരെ പോരാടുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് ഇത്തരത്തിൽ നമ്മൾ വരച്ചു കൂട്ടുന്ന പേക്കോലങ്ങൾ. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലകളോ മോതിരമോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. കുഞ്ഞുങ്ങളിൽ മാത്രമല്ല, കുറെ കൂടി പ്രായമുള്ള ആളുകളിൽ പോലും ഇത് ചെയ്യാറുണ്ട്. ആ ആളുകൾ പ്രത്യേക തരത്തിലുള്ള മോതിരങ്ങൾ ധരിക്കാറുണ്ട്, മാലകൾ ധരിക്കാറുണ്ട്, പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാറുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ കാരണക്കാരനായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഊർജ്ജത്തെയാണ്, നെഗറ്റീവ് എന്ന ഊർജ്ജത്തെയാണ്. എന്താണ് ശരിക്കും നെഗറ്റീവ് ഊർജ്ജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്താണ്? പോസിറ്റീവ് എനർജി ഉണ്ടോ? പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തന്നെ നെഗറ്റീവ് എനർജിയും ഉണ്ടോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എന്താണ്? ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ വിശദമായി തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, മിക്ക രാജ്യങ്ങളിലും നടക്കുന്ന വിശ്വാസം തന്നെയാണ്. അതിന് പലതരത്തിലുള്ള സൊല്യൂഷനുകൾ അവർ കണ്ടെത്താറുമുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് അറബി രാജ്യങ്ങൾ എടുക്കാം. അറബി രാജ്യങ്ങൾ അവർ കണ്ണ് കിട്ടാതിരിക്കാനായിട്ട് പകൽ സമയങ്ങൾ വെള്ള നിറത്തോടു കൂടിയ കല്ലുകൾ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ട്. രാത്രി കാലമാകുമ്പോൾ അവർ വെള്ളക്കല്ല് മാറ്റി കറുത്ത കല്ലുകൊണ്ടായിരിക്കും നടക്കുക. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവർ ഈ ലോകം കീഴടക്കിയത് തന്നെ കപ്പലുകൾ ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ കപ്പലുമായി ബന്ധപ്പെട്ട് പല അന്ധവിശ്വാസങ്ങളും അവിടെ പരക്കുന്നുണ്ട്. കപ്പലിനെ കണ്ണു വെക്കാതിരിക്കാനായി കപ്പലിൽ തന്നെ കണ്ണിൻ്റെ രൂപം വെക്കുന്നത് അവിടെ പതിവായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഈ കണ്ണിൻ്റെ രൂപങ്ങൾക്ക് പകരം വ്യത്യസ്തമായിട്ടുള്ള മറ്റു ചില പദാർത്ഥങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പച്ചമുളക് ഉപയോഗിക്കാറുണ്ട്, തേങ്ങ ഉപയോഗിക്കാറുണ്ട്, നാരങ്ങ ഉപയോഗിക്കാറുണ്ട്, ഉപ്പും ഉപയോഗിക്കാറുണ്ട്. ഉപ്പ് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം ആ വീട്ടിലെ അങ്ങ് കടന്നു വരികയാണെങ്കിൽ ഉപ്പ് കൊണ്ട് ഉഴിഞ്ഞ് അടുപ്പിൽ കൊണ്ടുപോയി ഇടാറുണ്ട്. ചിലരൊക്കെ ആ ഉപ്പിൽ തുപ്പുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ പ്രധാനമായിട്ടും കണ്ടിട്ടുള്ളത് മലയാള സിനിമകളിൽ തന്നെയാണ്. നേരിട്ട് ഭാഗ്യത്തിന് ഇതുവരെ കാണാനുള്ള ഇടയുണ്ടായിട്ടില്ല. വീഡിയോയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം, നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് എന്നെപ്പോലെ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്നത്. നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആസ്ട്രോണമിയിൽ ഒരു കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു കോഴ്സ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. lightkerala.graphy.com എന്ന വെബ്സൈറ്റിലാണ് ഈ കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെയാണ് ഈ കോഴ്സ് നടപ്പിലാക്കുക. പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു ദിവസം തന്നെ ഒന്നിലധികം ദിവസത്തെ ക്ലാസ്സുകൾ ഒരുമിച്ച് അറ്റൻഡ് ചെയ്യാം. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്.
വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. കൂടാതെ ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണുന്നത് പോലെ അഡ്വാൻസ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. എനിക്ക് ആസ്ട്രോഫിസിക്സിൽ ഗവേഷണം ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കുന്നതാണ്. ഇത് എൻ്റെ ഉറപ്പാണ്. ലാറ്റിൻ അമേരിക്കയിൽ പോയാൽ അവിടെയും നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണുന്നത്. അവിടെ പ്രധാനമായിട്ടും ചുവന്ന നിറത്തിലുള്ള ബ്രേസ്ലെറ്റ് ആണ് അസൂയോടുകൂടിയുള്ള നോട്ടത്തെ ഒഴിവാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രിയിലും ബാൽക്കൻ രാജ്യങ്ങളിലുമൊക്കെ കാണപ്പെടുന്ന മറ്റൊരു വസ്തുവുണ്ട്. അത് അമ്യുലെറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരത്തിലുള്ള ലോക്കറ്റാണ്. ആ ലോക്കറ്റ് മാലയോടൊപ്പം തന്നെ അവർ ഉപയോഗിക്കുന്നു. ആ ലോക്കറ്റ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈവിൽ ഐസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ആ ലോക്കറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ അത് കാരണം അവർക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും സംഭവിക്കുന്നതാണ്. അത് മരണത്തിൽ വരെ കലാശിക്കാനുള്ള സാധ്യതയുമുണ്ട്. മുസോളിനി ഇറ്റലി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പ്രശസ്തനായിട്ടുള്ള ഒരു സെയിലർ അല്ലെങ്കിൽ ഒരു കപ്പൽ യാത്രികൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പല സ്ഥലങ്ങളിൽ പോയി തിരികെ ഇറ്റലിയിലേക്ക് മടങ്ങി വരികയും ചെയ്തിരുന്നു. അദ്ദേഹത്തെ ഒരു നോക്കൊന്ന് കാണാനായി അദ്ദേഹം കരക്കടുക്കുന്ന ആ സമയത്ത് നിരവധി ആളുകൾ തിങ്ങിക്കൂടുമായിരുന്നു. ഇത് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം കപ്പലിൽ നിന്ന് ഇറങ്ങി വരുന്നത് നേരിട്ട് കാണുകയും അദ്ദേഹത്തോട് പോയി സംസാരിക്കുകയും അദ്ദേഹത്തിന് കൈ കൊടുക്കുകയും ചെയ്യുന്നവർക്ക് അകാല മൃത്യുവായിരുന്നു സംഭവിച്ചിരുന്നത്. പലർക്കും പലതരത്തിലുള്ള വിചിത്രമായിട്ടുള്ള മരണങ്ങൾക്ക് കീഴടങ്ങേണ്ടി വന്നു. ഇത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയുകയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കഥ വലിയ രീതിയിൽ തന്നെ പ്രചാരത്തിലുണ്ട്. ഒരിക്കൽ മുസോളിനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പോയി സ്വീകരിക്കേണ്ട ഒരവസ്ഥയുണ്ടായി. ഇതേ കാരണം കൊണ്ട് തന്നെ മുസോളിനി ആ കൂടിക്കാഴ്ച ഒഴിവാക്കുകയായിരുന്നു. ഈ ഒരു കഥ പ്രചാരത്തിലുണ്ടെങ്കിലും ആ സെയിലറിൻ്റെ പേര് കൃത്യമായിട്ട് എന്താണെന്നോ അതിനുശേഷം ഉണ്ടായിട്ടുള്ള മരണങ്ങൾ എപ്രകാരമാണെന്നോ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നോ ഒന്നും തെളിയിക്കാൻ സാധ്യമായിട്ടില്ല. ശാസ്ത്രീയമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ പോലും ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. നമ്മൾ കഥകൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി കഥകൾ നമുക്ക് ലഭ്യമാകും. പക്ഷേ അത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുമ്പോൾ ഉത്തരമൊന്നും ലഭ്യമാകുന്നില്ല. കാരണം ശാസ്ത്രീയമായിട്ട് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇല്ല എന്നത് തന്നെയാണ് കാരണം. മുസോളിനിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ സെയിലറിൻ്റെ കഥയും വ്യത്യസ്തമല്ല. നമ്മളെല്ലാവരും വിചാരിക്കുന്നത് അമേരിക്കയിലുള്ള സായിപ്പന്മാർ അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ആളുകൾ വളരെയധികം ബുദ്ധിയുള്ള മനുഷ്യരാണെന്നാണ്. ചില കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്ക് പറയേണ്ടിയും വരും. പക്ഷേ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉള്ളതുപോലെ തന്നെ അമേരിക്കയിലുള്ളവർക്കും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള വ്യക്തികൾ ഒരാളാണ് ബറാക് ഒബാമ. ഒബാമ ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ഹനുമാൻ്റെ ഒരു ചെറിയ പ്രതിമ എടുത്ത് കാണിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് നേരെ വരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും തരണം ചെയ്യാൻ ഈ പ്രതിമയ്ക്ക് സാധ്യമാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതിപ്പോൾ വലിയൊരു മാർക്കറ്റായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജിയെ ഒഴിവാക്കാനായിട്ട് പലതരത്തിലുള്ള വസ്തുക്കളും ഇപ്പോൾ വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. പത്രങ്ങളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ ഇതിൻ്റെ പരസ്യങ്ങൾ നിരവധി തവണ കാണാറുമുണ്ട്. ചിലപ്പോഴൊക്കെ ഇതൊക്കെ ആരാണ് വാങ്ങിക്കുന്നത്, ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടോ എന്നും നമ്മൾ ചിന്തിക്കും. പക്ഷേ പിന്നീട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ പോലും ഇത്തരത്തിലുള്ള വസ്തുക്കൾ മേടിച്ച് വീട്ടിൽ വെക്കുകയോ അല്ലെങ്കിൽ അത് ധരിച്ച് നടക്കുകയോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ അതൊരു മാലയായിരിക്കും, ഒരു ചെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മോതിരമായിരിക്കും. യഥാർത്ഥത്തിലുള്ള ആ മാലയുടെയും ആ മോതിരത്തിൻ്റെയും ഒക്കെ വില നിസ്സാരമായിരിക്കും. കൂടിപ്പോയാൽ ഒരു 500 രൂപ അല്ലെങ്കിൽ ഒരു 1000 രൂപ, അതുമല്ലെങ്കിൽ പരമാവധി ഒരു 10,000 രൂപ. പക്ഷേ അവർ വാങ്ങിക്കുന്നത് ലക്ഷക്കണക്കിന് പൈസ ചിലവഴിച്ചിട്ടായിരിക്കും. 500 രൂപയുടെ ഒരു മോതിരം ചിലപ്പോൾ 10,000 രൂപയ്ക്കായിരിക്കും അവർ വാങ്ങിക്കുന്നത്. പലതരത്തിലുള്ള പൂജകൾ ചെയ്തിട്ടുള്ളതാണെന്നും ഇത് ധരിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള അപകടവും സംഭവിക്കത്തില്ല എന്നുമാണ് അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ഈ വിശ്വാസങ്ങളുടെയൊക്കെ പഴക്കം എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയമായിട്ട് ഒരു ഉത്തരം പറയാൻ സാധ്യമാകും. അത് ഏകദേശം 2500 വർഷമാണ്. കാരണം മെസോപ്പൊട്ടേമിയയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള അമ്യുലറ്റ്, ആർക്കിയോളജിക്കൽ പഠനങ്ങളിലൂടെ ആ അമ്യുലറ്റ് ഈവിൽ ഐസിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ വിശ്വാസത്തെക്കുറിച്ച് പരാമർശിക്കുന്ന നിരവധി പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പഴക്കമുള്ള പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ പ്ലൂട്ടാർക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. സിംബോസിയസ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ വ്യക്തമായി തന്നെ ദൃഷ്ടിദോഷത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ഒരു വ്യക്തിക്ക് അയാളുടെ ദൃഷ്ടി ഉപയോഗിച്ചിട്ട് എന്തിനേയും നശിപ്പിക്കാൻ സാധ്യമാകും. പ്രധാനമായിട്ടും മൃഗങ്ങളും അതുപോലെ കുട്ടികളും. പ്രായമുള്ളവരിലും അത് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ കാഠിന്യം കുറവാണെന്ന് ആ പുസ്തകത്തിൽ പറയുന്നു. പക്ഷേ ഒരു കൊച്ചുകുട്ടിയെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ ആ ശക്തി തന്നെ ധാരാളമാണെന്നാണ് ഇതിൽ വിവരിക്കുന്നത്. ധാരാളമായി വിറ്റുപോയിട്ടുള്ള ഒരു പുസ്തകം തന്നെയാണിത്. പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഇതല്ല. ആധുനിക കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച അല്ലെങ്കിൽ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഈ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകം. ജോൺ ഡ്യൂട്സ് രചിച്ച ഇവിൽ ഐ എ കേസ് ബുക്ക് എന്ന പുസ്തകമാണത്. ഇനി നമുക്ക് ശാസ്ത്രത്തിലേക്ക് തന്നെ വരാം. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിന് ഇരയായി മാറിയിട്ടുള്ള ഒരു ശാസ്ത്ര ടേം അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ടേം ആണ് ഊർജം. ഊർജത്തിൽ തന്നെ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി. ശരിക്കും ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് എനർജി? നമുക്കൊരു ആറ്റത്തെ തന്നെ എടുക്കാം. ആറ്റമാണല്ലോ എല്ലാ ഊർജത്തിൻ്റെയും കാരണമായിട്ടുള്ളത്. എല്ലാ ഊർജവും ഉണ്ടാകുന്നത് ആറ്റത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ഊർജത്തിൽ നിന്നാണ് ആറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രക്രിയ തന്നെയാണ് ആറ്റവും ഊർജവും. നമുക്ക് ആറ്റത്തെ എടുക്കാം. ആറ്റം ഉപയോഗിച്ച് ഭീമാകാരമായിട്ടുള്ള വലിയ ബോംബുകൾ വരെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ആറ്റോമിക് ബോംബുകൾ അതുപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഊർജവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആ ആറ്റത്തിൽ ഏത് തരത്തിലുള്ള ഊർജ്ജമാണ് അടങ്ങിയിരിക്കുന്നത്? ആറ്റത്തിൽ പ്രധാനമായിട്ടും 3 പാർട്ടിക്കിളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന് ഇലക്ട്രോൺ ആണ്, മറ്റൊന്ന് പ്രോട്ടോൺ, മറ്റൊന്ന് ന്യൂട്രോൺ. അതിൽ ന്യൂട്രോണിന് ഒരു തരത്തിലുള്ള ചാർജുമില്ല. അതിന് ഊർജ്ജമില്ലെന്ന് പറയാൻ സാധിക്കുകയില്ല, കാരണം അതിന് മാസ് ഉണ്ട്. മാസ് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് ചാർജ് ഇല്ല, ന്യൂട്രലാണ് അതിൻ്റെ ചാർജ്. അതേസമയം പ്രോട്ടോൺ എടുക്കുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ എടുക്കുകയാണെങ്കിൽ പ്രോട്ടോണിന് എത്രമാത്രം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും തന്നെ നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോണിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം നെഗറ്റീവ് ഊർജ്ജവും പ്രോട്ടോണിൻ്റെ ഊർജ്ജം പോസിറ്റീവ് ഊർജ്ജവുമാണെന്ന് പറയാൻ സാധിക്കുമോ? നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോൺ സൃഷ്ടിക്കുന്ന ഊർജ്ജം നെഗറ്റീവ് ഊർജ്ജം, പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആയതുകൊണ്ട് അത് സൃഷ്ടിക്കുന്ന ഊർജ്ജം പോസിറ്റീവ് ഊർജ്ജം എന്നൊക്കെ പറയാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ അത് തെറ്റാണെന്ന് പോലും പറയേണ്ടി വരും. കാരണം ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്. പക്ഷേ ഇലക്ട്രോൺ എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു എന്നതല്ല ഇലക്ട്രിസിറ്റി. ഇലക്ട്രോണിൻ്റെ ഫ്ലോയുടെ നേരെ വിപരീതമായിട്ടാണ് ഇലക്ട്രിസിറ്റി പോകുന്നത്. സെമി കണ്ടക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസും ഹോൾസുമാണ്. ഹോൾസിന് ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഹോൾസിന് ഇലക്ട്രോണിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു ചാർജാണ് ഉള്ളതെന്ന് പറയാം. ഹോൾസ് ശരിക്കും ഒരു ഇലക്ട്രോണിൻ്റെ അഭാവം എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇലക്ട്രോൺസ് ഒരു ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ഹോൾസ് നേരെ വിപരീത ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ആ ഹോളിൻ്റെ ഡയറക്ഷനാണ് ശരിക്കുമുള്ള ഇലക്ട്രിസിറ്റിയുടെ ഡയറക്ഷൻ. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി പോസിറ്റീവ് ചാർജ് ആണെന്ന് അല്ലെങ്കിൽ പോസിറ്റീവ് എനർജി ആണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം അങ്ങനെ ഹോൾസ് പോകാനുള്ള കാരണം ഇലക്ട്രോൺസിൻ്റെ സഞ്ചാരമാണ്. ഇലക്ട്രോൺ സഞ്ചരിച്ചതുകൊണ്ട് മാത്രമാണ് ഹോൾസ് അപ്രകാരം സഞ്ചരിക്കുകയും അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിയെ ഒരു പോസിറ്റീവ് ചാർജെന്നോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ചാർജെന്നോ നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഇനി ഒരു ബാറ്ററി നമുക്കെടുത്താലോ. ബാറ്ററിയിൽ പോസിറ്റീവുമുണ്ട് നെഗറ്റീവുമുണ്ട്. അതുകൊണ്ട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലുള്ള ഭാഗം നമ്മൾ പ്രതലത്തിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ആ പ്രതലത്തിന് മുഴുവനും ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ? അങ്ങനെ കുറേയധികം ബാറ്ററികൾ എടുത്ത് അതിൻ്റെ നെഗറ്റീവ് ഭാഗമെല്ലാം നമ്മുടെ വീടിൻ്റെ തറയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മുഴുവനും നെഗറ്റീവ് ഊർജ്ജം ബാധിച്ചിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. പിന്നെ നെഗറ്റീവ് ഊർജ്ജം പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന ഒരു ശാസ്ത്ര ശാഖയിലാണ്, അല്ലെങ്കിൽ ഫിസിക്സിൻ്റെ തന്നെ ഒരു ബ്രാഞ്ചിലേക്കാണ്. എന്താണ് തെർമോഡൈനാമിക്സ്? എന്താണ് തെർമോഡൈനാമിക്സിൽ പറയുന്നത്? ഒരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്ന ഊർജ്ജത്തെ പോസിറ്റീവ് ഊർജ്ജമെന്നും അതിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഊർജ്ജത്തെ നെഗറ്റീവ് ഊർജ്ജമെന്നും പറയാൻ സാധിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. നമ്മൾ ചായ ഉണ്ടാക്കിയാണെന്ന് എടുക്കാം. ചായ ഉണ്ടാക്കുമ്പോൾ അതിന് താഴെ എന്ത് ചെയ്യും? നമ്മൾ തീ കൊടുക്കും, അല്ലെങ്കിൽ നമ്മൾ ഫർണസ് ഉപയോഗിച്ചിട്ട് അവിടെ തീ കത്തിക്കും. അപ്പോൾ തീ എന്ന് പറയുന്നത് അവിടുത്തെ പോസിറ്റീവ് എനർജിയാണ്, ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിച്ചേരുന്ന ഊർജ്ജമാണ്. അതേസമയം അവിടെ നിന്ന് നീരാവിയായിട്ട് മുകളിലേക്ക് അതിലടങ്ങിയിരിക്കുന്ന ജലം അല്ലെങ്കിൽ പാല് പോകുന്നുണ്ട്. ആ നീരാവിയാണ് അപ്പോൾ അവിടുത്തെ നെഗറ്റീവ് എനർജി. നമ്മൾ എല്ലാ ദിവസവും വീട്ടിൽ ചായ വയ്ക്കാറുണ്ട്. അങ്ങനെ ചായ വയ്ക്കുമ്പോൾ ധാരാളമായിട്ട് നീരാവി വെളിയിലേക്ക് വരാറുണ്ട്. അത് നമ്മുടെ അടുക്കളയിൽ വ്യാപിക്കാറുമുണ്ട്. അവിടെ നിന്ന് ചിലപ്പോൾ അടുത്തുള്ള മുറിയിലേക്കും വ്യാപിച്ചു എന്ന് വരാം. അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാ ദിവസവും പാചകം ചെയ്യുമ്പോൾ വീടിനകം മുഴുവനും നെഗറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കുകയാണെന്നാണോ? ഒരിക്കലുമല്ല. തെർമോഡൈനാമിക്സിൽ നെഗറ്റീവ് എനർജി ഉണ്ട്, പക്ഷേ അത് തീർത്തും വ്യത്യസ്തമാണ്. നെഗറ്റീവ് എനർജിക്ക് ഒരിക്കലും ഒരു മനുഷ്യനെ മോശമാക്കാനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ നല്ല മനുഷ്യനാക്കി മാറ്റാനോ സാധിക്കുന്നതല്ല. നമ്മളിപ്പോൾ പറഞ്ഞ ഇലക്ട്രോൺസിന് ഗവേഷകർ നെഗറ്റീവ് എന്നുള്ള ഒരു പേര് കൊടുത്തില്ലായിരുന്നെങ്കിലോ? അങ്ങനെ കൊടുത്തില്ലെങ്കിലും ശാസ്ത്രത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ഇലക്ട്രോൺസ് അപ്പോഴും ന്യൂക്ലിയസിന് ചുറ്റും തന്നെ വലം വയ്ക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിൻ്റെ ചാർജ് ബീറ്റ എന്നും പ്രോട്ടോണിൻ്റെ ചാർജ് ആൽഫ എന്നും പറയാം. ആൽഫ കാരണം നമുക്ക് നല്ലൊരു കാര്യം ഉണ്ടാകുന്നു, ബീറ്റ കാരണം നമുക്ക് മോശമായിട്ടുള്ളൊരു കാര്യം സംഭവിക്കുന്നു എന്നൊന്നും ആളുകൾ പറയുകയില്ല. കാരണം പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് വരുന്നത്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്തയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് അത് മോശമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അത് നമ്മുടെ ചിന്തയുടെ മാത്രം പ്രശ്നമാണ്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ശാസ്ത്രം ഇത്രയധികം വളർന്നിരിക്കുന്നു. ഒരു 75 വർഷം മുമ്പാണ് ആദ്യമായിട്ട് നമ്മൾ ആറ്റം ബോംബ് പരീക്ഷിക്കുന്നത്. അത് വലിയൊരു വിജയമായി മാറുകയും ചെയ്തു. അത് ആരുടെ വിജയമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. പക്ഷേ ശാസ്ത്രം ആ മേഖലയിൽ പോലും വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ കണ്ണിൽ നെഗറ്റീവ് ഊർജ്ജം അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും ആ ഊർജ്ജം ഉപയോഗിച്ച് മറ്റൊരു ബോംബ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ നശിപ്പിക്കുകയോ അതുമല്ലെങ്കിൽ നമുക്ക് പ്രയോജനകരമായിട്ടുള്ളൊരു രീതിയിലേക്ക് ആ ഊർജ്ജത്തെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യില്ലായിരുന്നോ? നിങ്ങൾക്കറിയാവുന്ന ഒരു ഒഫ്താൽമോളജിസ്റ്റിനോട് തന്നെ ചോദിച്ചു നോക്കുക. കണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി കണ്ടുപിടുത്തങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. കണ്ണിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് നമുക്കറിയാം. കാഴ്ചകൾ എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കണ്ണിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള സെല്ലുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെ തരത്തിലുള്ള അസുഖങ്ങളാണ് കണ്ണിൽ സംഭവിക്കുന്നതെന്നും അതിൻ്റെ പ്രതിവിധി എന്തൊക്കെയാണെന്നും ഇപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. നൂതനമായിട്ടുള്ള പല ടെക്നോളജികളും നമ്മൾ കണ്ണിൽ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു നെഗറ്റീവ് എനർജി നമുക്ക് കണ്ടെത്താൻ സാധ്യമായിട്ടില്ല. ആ ഒരു എനർജി ഉണ്ടെന്നും ആ എനർജി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആളുകളെ നശിപ്പിക്കാമെന്നും നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമായിട്ടുമില്ല. അതെന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു ചോദ്യം ഞാൻ തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സ്ഥിരം ഒരു വ്യക്തിയെ നമ്മൾ കണി കാണുമ്പോൾ ആ ദിവസമെല്ലാം ഒരു മോശം ദിവസമായി മാറുന്നത്? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടുകയാണെങ്കിൽ ആ ദിവസം എല്ലാം കൃത്യമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാകും. അത് പലർക്കും എണ്ണമിട്ട് തന്നെ പറയാനും സാധിക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങളിവിടെ ചിന്തിക്കേണ്ടത് നമ്മുടെ തലച്ചോറിനെ കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിന് പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ ലേണിംഗ് സ്വഭാവമുണ്ട്. എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അത് യഥാർത്ഥത്തിലുള്ള ഒരു കാരണമായിരിക്കുകയില്ല. ഏതൊരു കാഴ്ച കണ്ടാലും അതിൻ്റെ പിന്നിൽ മറ്റൊന്നും ഉള്ളതായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ തലച്ചോറ് നമ്മളെ പ്രേരിപ്പിക്കും. ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഘങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ ചില മേഘങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് പലതരത്തിലുള്ള രൂപങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഒരു കരടിയുടെ രൂപം കാണിക്കും, ചിലപ്പോൾ ഒരു കരടിയുടെ രൂപം കാണാം, ചിലപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപമായിരിക്കും കാണുന്നത്. ഒരു മുയലിൻ്റെ രൂപം നമ്മൾ കണ്ടു എന്ന് വരാം, അല്ലെങ്കിൽ ദൈവമെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് പോലും നിങ്ങൾ കണ്ടു എന്ന് വരാം. അതെല്ലാം നമ്മുടെ തലച്ചോറ് ചെയ്യുന്ന പ്രവൃത്തികളാണ്. എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ അതുപയോഗിച്ചിട്ട് നമ്മൾ പലതരത്തിലുള്ള പാറ്റേണുകൾ സൃഷ്ടിക്കും. അതൊരു പക്ഷേ നമ്മൾ കേട്ട് പഴകിയിട്ടുള്ള എന്തെങ്കിലും കഥയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, നമുക്കറിയാവുന്ന ഏതെങ്കിലും വിശ്വാസമായിട്ടോ അന്ധവിശ്വാസമായിട്ടോ ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ടതായിരിക്കും. തീർച്ചയായിട്ടും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ തലച്ചോറിൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവം തന്നെയാണ്. നമ്മൾ രാത്രികാലങ്ങളിൽ കാണുന്ന സ്വപ്നങ്ങളും ഇതുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. സ്വപ്നവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള 2 വീഡിയോകൾ മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഇവിടെ മുകൾ ഐ ബട്ടണിൽ കൊടുക്കുന്നുമുണ്ട്. നിങ്ങളൊരു കാറ് വാങ്ങിക്കാൻ പോവുകയാണെന്ന് കരുതുക. വെള്ള നിറത്തിലുള്ള ഒരു സിയാസ് കാർ, മാരുതി സുസുക്കിയുടെ ഒരു സിയാസ് കാറാണ് നിങ്ങൾ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ചിന്തയുമായിട്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് റോഡിൽ നിരവധി മാരുതി സിയാസ് കാറുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നമ്മൾ ആ ഒരു തീരുമാനം എടുത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ നോക്കിയാലും എനിക്ക് കാണാൻ സാധിക്കുന്നത് ആ കാർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ശുഭ സൂചനയാണെന്ന് പോലും ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതും നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേക തരത്തിലുള്ള പാറ്റേൺ റെക്കഗ്നീഷൻ തന്നെയാണ്. കാരണം സിയാസ് കാറുകൾ ധാരാളമായി തന്നെ നിരത്തിലൂടെ ഓടുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യം മാത്രമാണ്. ഒരുപാട് കാറുകൾ പോകുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിൽ സിയാസ് എന്ന കാർ പതിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ, നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് ആ കാറിനെ ശ്രദ്ധിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കൃത്യമായിട്ട് ഒരു പേപ്പറും പേനയും എടുത്ത് അതുവഴി കടന്നു പോകുന്ന എല്ലാ കാറുകളും നോട്ട് ചെയ്യുകയാണെങ്കിൽ
അതിൽ സിയാസ് കാറുകളുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. കാരണം സിയാസ് അത്രയധികമുള്ള കാറുകളായിരിക്കില്ല. അവിടെ നിങ്ങൾ പ്രധാനമായിട്ടും ഓൾട്ടോയോ വാഗനറോ ഒക്കെ ആയിരിക്കും കാണുക. കാരണം അതാണ് കൂടുതലായിട്ട് വിറ്റ് പോകുന്ന കാറുകൾ. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. ബൈക്കിൻ്റെ കാര്യം എടുത്താലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ പൾസർ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ കാണുന്നതെല്ലാം പൾസർ തന്നെയായിരിക്കും. പക്ഷേ പൾസർ ആയിരിക്കില്ല അവിടെ ഏറ്റവും കൂടുതൽ ഓടിപ്പോയിട്ടുള്ളത്. നമ്മുടെ മനസ്സിൽ പൾസർ എന്ന ആ ഒരു പദം പതിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൾസറിനെ എവിടെ കണ്ടാലും അത് നമ്മൾ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യാനും ശ്രദ്ധിക്കുന്നതാണ്. കുഞ്ഞിൻ്റെ ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പ്രായമുള്ള അമ്മ പറയുകയാണ്, കുഞ്ഞുങ്ങളുടെ ഫോട്ടോ അങ്ങനെ അപ്ലോഡ് ചെയ്യരുത്, അല്ലെങ്കിൽ ആളുകളെ കാണിക്കരുത്, ആളുകൾ കണ്ണു വയ്ക്കുമെന്ന് പറയും. ഇത് പറഞ്ഞ തൊട്ടടുത്ത നിമിഷം കുഞ്ഞ് ചിലപ്പോൾ നിലത്തേക്ക് വീണു എന്ന് വരാം. കുഞ്ഞുങ്ങൾ വീഴുക എന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അവർ നടക്കാൻ പഠിക്കുന്ന ഒരു പ്രായമാണ്, അല്ലെങ്കിൽ ഒത്തിരി ഓടി നടക്കുന്ന ഒരു പ്രായം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ എപ്പോൾ വേണമെങ്കിലും വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും കുഞ്ഞിനെ ഒരു കൊതുക് കടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഈച്ച കടിക്കുന്നതും ആ സമയത്തായിരിക്കും. കുഞ്ഞിൻ്റെ വളർന്നു വരുന്ന കാലഘട്ടങ്ങൾ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നടക്കുന്നതാണ്. പക്ഷേ അമ്മ അത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ പിന്നീട് ചിന്തിക്കുക, അത് സംഭവിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഇത് സംഭവിച്ചതെന്നാകും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കുഞ്ഞിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് ആ കൊതുകിനും കുഞ്ഞിനും ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ കൊതുകിനോ കുഞ്ഞിനോ സാധിക്കുന്നതല്ല. ആ കൊതുകിൻ്റെ ജോലിയാണ് കുഞ്ഞിനെ കടിക്കുക എന്നത്. കുഞ്ഞിനെ കടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്ന് വീർത്ത് വരുന്നതും സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയ തന്നെയാണ്. ഇനിയും നിങ്ങൾ ഇങ്ങനെയുള്ള വിലയിരുത്തലുകളിലേക്ക് പോകുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള കണക്ക് കൂടി എടുക്കാനായിട്ട് ശ്രമിക്കുക. ഉദാഹരണത്തിന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ എടുക്കാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം കുഞ്ഞിന് സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എഴുതുക. അതായത് കുഞ്ഞിനെ ഏതെങ്കിലും കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ, കുഞ്ഞ് വീണിട്ടുണ്ടെങ്കിൽ എത്ര തവണ, കുഞ്ഞിനെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ. ആ ഫോട്ടോ ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പുള്ളതും നിങ്ങൾ ആദ്യം തന്നെ കണക്ക് കൂട്ടി വെക്കേണ്ടതാണ്. എന്നിട്ട് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് കുഞ്ഞിന് എന്തൊക്കെ മാറ്റങ്ങളാണ് കൂടുതലായി സംഭവിച്ചിട്ടുള്ളത്. ഇത് 1-2 ദിവസത്തെ കണക്കല്ല എടുക്കേണ്ടത്, ഇത് 1 മാസത്തെയെങ്കിലും കണക്ക് നിങ്ങൾ എടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സാമ്പിളിംഗ് ആയിട്ട് നമുക്ക് കരുതാൻ പോലും സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തന്നെ നിങ്ങളുടെ യുക്തി ഉപയോഗിച്ച്, നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്തതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോവുക. അങ്ങനെ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാപട്യങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾ രക്ഷപ്പെട്ട് മാറുന്നതാണ്. നിങ്ങൾ ധാരാളം പരസ്യങ്ങൾ കാണാൻ ഇടവരുന്നതാണ്. അങ്ങനെയുള്ള പരസ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇതൊക്കെ കാപട്യം മാത്രമാണ്. ഇതിൽ ഞാൻ ഒരിക്കലും വീഴാൻ പാടില്ല. ഇത് നമ്മുടെ തലച്ചോറ് നമ്മളെക്കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കുന്നത് മാത്രമാണ്. അങ്ങനെ കൂടുതൽ ആളുകൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിലുള്ള പരസ്യങ്ങൾ പോലും വരാതെയാകുന്നതാണ്. കാരണം ഈ പരസ്യങ്ങളൊക്കെ വരുന്നത് ആളുകൾ സാധനങ്ങൾ മേടിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ആളുകൾ സാധനങ്ങളൊന്നും മേടിക്കുന്നില്ലെങ്കിൽ പൈസ കൊടുത്ത് പരസ്യം ഇറക്കാൻ അവർക്ക് സാധിക്കാതെ പോകുന്നു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തെ ഈ ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും അത് സാധിക്കുകയില്ല എന്ന് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. എങ്കിൽ പോലും അതിനുവേണ്ടിയുള്ള ചെറിയ ശ്രമങ്ങൾ നമുക്ക് നടത്താവുന്നതാണ്. അതൊരു പക്ഷേ വലിയൊരു ശ്രമമായി തന്നെ മാറുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ധാരാളമായി വീഡിയോകൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റ് ബോക്സ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എൻ്റെ പരിമിതമായിട്ടുള്ള അറിവ് ഉപയോഗിച്ച് ഞാൻ ഉത്തരം തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾ അയക്കുന്ന എല്ലാ മെസ്സേജുകൾക്കും എൻ്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു പക്ഷേ 1-2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അപ്പോൾ തന്നെ എനിക്ക് റിപ്ലൈ തരാൻ സാധിച്ചു എന്നും വരാം. എന്തായാലും തിരക്കുകൾ ഒഴിയുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മെസ്സേജുകൾ നോക്കി ഞാൻ മറുപടി നൽകുന്നതാണ്. കൂടാതെ അതിൽ ധാരാളമായി വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. ലൈറ്റ് കേരളൈറ്റിൻ്റെ ഫേസ്ബുക്ക് പേജിലും വീഡിയോസ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.